ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല, we need to study the word of God. നമ്മളത് പഠിക്കുകയോടെ ചെയ്യണം. മാത്രമല്ല, we need to obey the word of God. നമുക്ക് ദൈവത്തിന്റെ വചനം അനുസരിക്കുകയും ചെയ്യണം. Then the Holy Spirit will lead you according to his will. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്നേരം നമ്മളെ നടത്തുവാനിടയാകും. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാൽ തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നായി, എത്ര വലിയ പ്രയാസ പ്രതികൂലങ്ങളായാലും, എത്ര എരിഹോ മതിലുകളായിരുന്നാലും അതിനെ തകർക്കുവാൻ കർത്താവിന് കഴിയും. മനുഷ്യരാൽ അസാധ്യം യഹോവയാൽ സാധ്യമാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. റോമർ ചാപ്റ്റർ 12 വേഴ്സ് 1 to 3. പെട്ടെന്ന് ഞാൻ വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. 2 കാര്യങ്ങൾ പ്രധാനമായി ഇവിടെ പറയുന്നുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാകണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ആരാധനയായി മാറണം. ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ഞാൻ തന്നെ ആരാധനയായി ഒരു വർഷിപ്പായി മാറും. ഞാൻ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ ഞാൻ തന്നെ ഒരു ആരാധനയായി മാറും. അതാണ് ആരാധന എന്ന് പറയുന്നത്. ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് എന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് ബുദ്ധിയുള്ള ആരാധനയായി മാറുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുന്നു. അത് ആരാധന. പൂർണ്ണമായി ദൈവത്തിന് നമ്മൾ യാഗം അർപ്പിക്കുന്നതാണ്. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരം, ദേഹം, ദേഹി, ആത്മാവിനെ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുമ്പോൾ ആരാധനയായി മാറുന്നു. അവിടെയാണ് ദൈവം നമ്മളെ പ്രസാദിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ മൈൻഡ്, റിന്യൂ യുവർ മൈൻഡ്. ഈ മനസ്സിനെ ഒന്ന് പുതുക്കണം. എങ്ങനെ മനസ്സിനെ പുതുക്കാൻ സാധിക്കും? ദൈവത്തിൻ്റെ വചനത്താൽ മനസ്സിനെ പുതുക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ മനസ്സിനെ പുതുക്കാൻ സാധിക്കും. മാത്രവുമല്ല, കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ രക്തത്താൽ നമ്മുടെ പഴയതിനെ ഒന്ന് കഴുകിക്കളയുമ്പോൾ മനസ്സിനൊരു പുതുക്കമുണ്ടാകും. മാത്രമല്ല, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല, വി നീഡ് ടു സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മളത് പഠിക്കുകയോടെ ചെയ്യണം. മാത്രവുമല്ല, വി നീഡ് ടു ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. നമുക്ക് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയും ചെയ്യണം. Then the Holy Spirit will lead you according to his will. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്നേരം നമ്മളെ നടത്തുവാനിടയാകും. അങ്ങനെയാണ് മനസ്സിനൊരു പുതുക്കം ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാര്യം. അതിൻ്റെ 3-ാം വാക്യം, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. 2-ാമത്തെ കാര്യം, യേശുക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ക്രിസ്തുയേശുവിൻ്റെ ഭാവമാണോ നമ്മളിലുള്ളത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. യേശുവിൻ്റെ ഭാവമാണോ എന്നിലുള്ളത്? ഞാനിവിടെ നിന്ന് ഘോരാഘോരം പ്രസംഗിക്കുകയും ഞാൻ അങ്ങോട്ടിറങ്ങി വിരുദ്ധമായി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രയോജനവുമില്ല. ഞാൻ വചനം പറഞ്ഞ് നടക്കുകയും രക്ഷിക്കപ്പെടുത്തുകയും ചെയ്തേച്ച് ഞാൻ തോന്നിയ പോലെ നടക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ശിക്ഷാവിധി അല്ലാതെ ഒന്നുമില്ല. ഈ വചനം തൊട്ട് കളിക്കരുത് ഞങ്ങളുടെ ഉപദേശി പറഞ്ഞു, മക്കളെ വചനത്തെ തൊട്ട് കളിക്കല്ലേ. ഞാൻ ചോദിച്ചു, എന്താ ഇത് തീയാണ്, ഇതെടുത്ത് നീ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇത് വെട്ട് തിരിച്ചു നിനക്ക് വരും. ഇത് ഇരുവായ്ത്തലയുള്ള വാളാണ്. ഈ വാൾ കൊണ്ട് ഇപ്പുറം മുറിയുന്നില്ല എങ്കിൽ ആ വാള് നിന്റെ നേരെ വരും, നിന്റെ കുടുംബത്തിന്റെ നേരെ വരും, നിന്റെ സന്തതിയുടെ വരും. ഞാൻ അനേകരെ കണ്ടിട്ടുണ്ട്. ഈ പുതിയ ഞാൻ മുമ്പൊരിക്കലും പറഞ്ഞിട്ടുണ്ടോ? ഓർത്ത് നോക്കുക, വചനമെടുത്ത് കളിക്കരുത്. വചനമെടുത്ത് കളിപ്പിക്കുകയോ ചെയ്താൽ അത് നിനക്ക് നിന്റെ തലമുറയ്ക്കും ദോഷമായി ഭവിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, വചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നവരാണ്. എന്നാലും മനസ്സിലെവിടെയോ ഒരു പ്രയാസമില്ലേ? മനസ്സിലെന്തോ ഒരു പ്രതികാരത്തിന്റെ ഇച്ഛയില്ലേ? ഒരു പ്രതികൂലത്തിന്റെ എന്തൊക്കെയോ മനസ്സിൽ പ്രതികൂലങ്ങളില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയതിനെ കുറിച്ച്, കഴിഞ്ഞ നാളുകളിൽ ആരോ എന്തോ ചെയ്തതിനെ കുറിച്ച് അവരോട് പകരം വീട്ടുവാനൊരു ചിന്തയില്ലേ? മനസ്സ് പുതുക്കിക്കൊള്ളുക. റിന്യൂ യുവർ മൈൻഡ്.
രണ്ടാമത്, കൂടുതൽ സമയം ദൈവവചനം പഠിക്കുക മാത്രമല്ല, അത് അനുസരിക്കുവാനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. മൂന്നാമതായി, പ്രാർത്ഥിക്കണം, കൂടുതൽ സമയം പ്രാർത്ഥിക്കണം. നാലാമതായി, സഹവാസം. ആരോടായിരിക്കണം? ദൈവമക്കളോടായിരിക്കണം നമ്മുടെ സഹവാസം. അവരുമായി കൂട്ടായ്മ ആചരിക്കണം. അവരുമായി അപ്പം നുറുക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യണം. ഈ കൂട്ടായ്മ ആചരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന അപ്പവും മീഞ്ഞും എടുത്ത് വിഴുങ്ങിയിട്ട് പോയാൽ പോരാ. അതിന് ചില അർത്ഥങ്ങളുണ്ട്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ ദൈവമക്കൾ, യേശു ക്രിസ്തു പറഞ്ഞ ഒരു കൽപ്പനയാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. കർത്താവിനെ ഓർക്കുക മാത്രമല്ല, ഓർത്തങ്ങ് പോയാൽ മാത്രം പോരാ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ വചനങ്ങളോട് ഓർക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രവർത്തിക്കുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടം. ദൈവത്തിൻ്റെ വചനം പറയുന്നവരെ മാത്രമൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. റെവലേഷനിൽ പറയുന്നുണ്ട്, ഇത് വരച്ച് കേൾപ്പിക്കുന്നവനും പ്രവചിക്കുന്നവനും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പക്ഷേ അനുഗ്രഹം മാത്രം പോരല്ലോ, അങ്ങ് നിത്യതയിൽ എത്തുകൂടെ വേണ്ടേ? ഈ അനുഗ്രഹം എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഇരുന്ന് പോയാൽ പോരാ. അതുകൊണ്ട് അങ്ങ് നിത്യതയിൽ എത്താനുള്ള അനുഗ്രഹം കൂടെ ദൈവത്തിന് വാങ്ങിക്കണം. അപ്പം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എങ്ങനെ രൂപാന്തരപ്പെടും? ഞാൻ ഒത്തിരി നാള് ശ്രമിച്ചു രൂപാന്തരപ്പെടാൻ. അതിൻ്റെ അർത്ഥം പോലും ശരിക്കും മനസ്സിലായില്ല. വളരെ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഞാൻ എന്നെ തന്നെ നോക്കിയ ഒരു രൂപാന്തരം വരത്തില്ല, പക്ഷെ കർത്താവ് നോക്കിയാൽ സാധിക്കും. യെഹെസ്കേൽ പ്രവചനം 36 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ, യെഹെസ്കേൽ പ്രവചനം 36:26, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായ ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഈ കല്ലായ ഹൃദയങ്ങളെ മാറ്റിയിട്ട് ഒരു മാംസമുള്ള ഹൃദയം. പലരുടെയും ഹൃദയം ഫറവോന്റെ ഹൃദയം പോലെ തടിച്ചിരിക്കുകയാണ്. ഇതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഒരു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മെ തന്നെ എന്നും മാത്രം ക്രമീകരിച്ചാൽ നിത്യതയിൽ നമുക്ക് എത്താൻ സാധിക്കും. ഈ വചനം ഒന്ന് അനുസരിക്കാൻ സാധിക്കും. മനസ്സിനെ ഒന്ന് പുതുക്കി രൂപാന്തരപ്പെടാൻ. എവരി ഡേ വി നീഡ് ടു റിന്യൂ അവർ മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്ന് പുതുക്കണം. എപ്പോഴും സ്തോത്രം സ്തോത്രം, എന്തിനായാലും സ്തോത്രം, എല്ലാത്തിനും സ്തോത്രം ചെയ്യുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയമാണ് റിന്യൂഡ് ഹാർട്ട്. നമ്മുടെ ഹൃദയം എപ്രകാരമായിരിക്കുന്നു? നമ്മുടെ മനസ്സ് എവിടെയാണ്? മനസ്സ് നല്ലതാണ് എങ്കിൽ ശരീരം നല്ലതാണ്. മനസ്സ് ക്രമീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ പാപം ചെയ്യും. മനസ്സിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുകയും അത് ആത്മാവിലുള്ള കൺട്രോളാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് വഴി ഇന്ന് പറഞ്ഞു തരും, യെസ് ഓർ നോ പറഞ്ഞു തരും. അത് നമ്മൾ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം, എത്ര പേർക്കൊരു പുതിയ ഹൃദയം വേണമെന്ന് ആഗ്രഹമുണ്ട്? ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എനിക്കൊരു പുതിയ ഹൃദയം വേണം, എനിക്കൊരു പുതിയ മനസ്സ് വേണം, എനിക്ക് എൻ്റെ യേശുവിനെ കൂടുതലായി അറിയുവാൻ, എൻ്റെ കർത്താവിൻ്റെ വചനങ്ങൾ കൂടുതലായി പഠിക്കുവാൻ, സത്യം എന്തെന്ന് മനസ്സിലാക്കുവാൻ എനിക്കൊരു പുതിയ ഹൃദയം വേണം. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ ചിന്തകളിൽ നിന്നും എനിക്കൊന്ന് വിടുതൽ പ്രാപിക്കണം. എന്നിട്ട് ഈ അന്ത്യകാലത്ത്, ഈ ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, ഒരു പ്രതികൂല പ്രയാസങ്ങൾ, യുദ്ധമുണ്ടായാൽ നമ്മുടെ ഗതിയൊക്കെ എന്തായിരിക്കും? ഇതൊക്കെ ഉണ്ടാകാൻ നിമിഷ നേരം മതി. തിരുവചനം നമ്മൾ ശരിക്ക് പഠിക്കുമ്പോൾ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് അവസാന നാളുകളാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നുവെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം ദൈവത്തെ കൂടുതലായി അറിയുവാൻ അല്പം കൂടെ ദൈവം നമുക്ക് സമയം തന്നുവെങ്കിൽ എത്രമാത്രം വിശ്വാസത്തോടെ, എത്രമാത്രം വിശ്വസ്തയോടെ, എത്രമാത്രം പ്രാർത്ഥനയോടെ, എത്രമാത്രം ദൈവസന്നിധിയിൽ താണിരുന്നാൽ മതിയാകും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 43:19 പ്രകാരം പറയുന്നു, ഇതാ ഞാൻ പുതിയ ഒന്ന് ചെയ്യുന്നു. ഇറ്റ്സ് ഗോയിങ് ടു ഡു സംതിങ് ന്യൂ. പുതിയ ഒന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദിയും ഉണ്ടാകും. There is nothing impossible for God. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, എല്ലാം സാധ്യമേ. വചനം എന്ന് പറഞ്ഞാൽ അത് വായിച്ചു വിടാനുള്ളതല്ല, കേട്ടുപോകാനുള്ളതല്ല, അത് ഏറ്റെടുക്കുകയാണ്. ഞാൻ പറയുകയാണ്, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു പുതിയ ചെയ്യാൻ പോകുന്നു. എൻ്റെ കർത്താവ് ഈ ചർച്ചിൽ ഒന്ന് പുതിയ ചെയ്യാൻ പോകുന്നു. എൻ്റെ കർത്താവ് എൻ്റെ കുടുംബത്തിൽ ചിലത് ചെയ്യാൻ പോകുന്നു പുതിയത്. എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞുങ്ങളിൽ ചിലത് ചെയ്യാൻ പോകുന്നു. എൻ്റെ കർത്താവ് എൻ്റെ ഭർത്താവിൽ ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. എൻ്റെ ഭാര്യയിൽ ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. God is going to do something new in our life. ആ വചനം ഒന്ന് ഏറ്റെടുത്ത
ഒന്ന് ഹൃദയത്തിലോട്ടൊന്ന് കയറ്റിക്കാട്ടെ. ആ ഹൃദയത്തിലേക്കൊന്ന് കയറട്ടെ, ആ റിന്യൂഡ് മൈൻഡിലേക്കൊന്ന് കയറട്ടെ. എൻ്റെ കർത്താവ് എൻ്റെ ബിസിനസ്സിൽ ചിലത് നല്ലത് ചെയ്യാൻ പോകുന്നു. എൻ്റെ കർത്താവ് എൻ്റെ ആരോഗ്യത്തിൽ ചിലത് നല്ലത് ചെയ്യാൻ പോകുന്നു. പുതിയ ഒന്ന് ചെയ്യാൻ പോകുന്നു. അൺഎക്സ്പെക്റ്റഡ്, ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ചിലത് എൻ്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിൽ, എൻ്റെ അസമാധാനത്തിൻ്റെ അവസ്ഥയിൽ ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് ന്യൂ ഇൻ മൈ ലൈഫ് റൈറ്റ് നൗ. ഇപ്പോൾ തന്നെ എൻ്റെ കർത്താവ് അത് ചെയ്യാൻ പോവുകയാണ്. ദൈവം എല്ലാ ബ്ലെസ്സിങ്ങും നമുക്ക് തന്നിരിക്കുകയാണ്. ജസ്റ്റ് ടേക്ക് ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ്. ദൈവം അത് നമ്മളിങ്ങോട്ട് എടുക്കുക, നമ്മൾ യൂസ് ചെയ്യുക. നമ്മുടെ ജനനം മുതൽ ദൈവം നമുക്ക് വേണ്ടിയുള്ള ബ്ലെസ്സിങ്സ് ഈസ് ഓൾറെഡി സ്റ്റോർഡ്. ദേ ആർ ഇൻ ഹെവൻ. യു ജസ്റ്റ് ഗോ ആൻഡ് ആസ്ക്. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. മുട്ടുവിൻ, തുറക്കപ്പെടും. ജസ്റ്റ് ആസ്ക് ഫോർ വാട്ട് യു വാണ്ട് ടുഡേ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുക, അത് നിങ്ങൾക്ക് ദൈവം തരും. യാതൊരു സംശയവുമില്ല. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാൽ തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നായി, എത്ര വലിയ പ്രയാസ പ്രതികൂലങ്ങളായാലും, എത്ര എരിഹോ മതിലുകളായിരുന്നാലും അതിനെ തകർക്കുവാൻ കർത്താവിന് കഴിയും. മനുഷ്യരാൽ അസാധ്യം യഹോവയാൽ സാധ്യമാകുന്നു. 2 Corinthians chapter 5 verse 17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ക്രിസ്തുവിലായവരാണ് നമ്മൾ. നമ്മുടെ പഴയത് കഴിഞ്ഞു പോയോ, അതോ പഴയതും കൊണ്ടാണോ നമ്മൾ നടക്കുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ പഴയ യാതൊന്നുമില്ല, എല്ലാം പുതിയത്. ഓരോ ദിവസവും പുതിയതാകണം. ഓരോ ദിവസവും നമ്മുടെ ചിന്തകൾ പുതിയതാകണം. ഓരോ ദിവസവും നമ്മുടെ പ്രവൃത്തികൾ പുതിയതാകണം. ദൈവത്തിന്റെ വചനത്തിന് അനുസരണമാകണം. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നരിച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. ഈ നടപ്പും പാതയൊക്കെ ദൈവം നേരെയാക്കണം എങ്കിൽ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് സ്വന്തം വിവേകം. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഞാൻ പറയുന്നത് ശരിയാണ്, ഞാൻ എല്ലാം വലിയവനാണ്, അല്ലെങ്കിൽ എനിക്ക് ചിലത് ചെയ്യാൻ കഴിയും എന്നുള്ള ഭാവമല്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കർത്താവേ. നത്തിങ് ഐ ക്യാൻ ഡു ലോർഡ്, ബട്ട് യു ഡു ഇറ്റ് ഫോർ മീ. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കർത്താവേ, യു ഡു ഇറ്റ് ഫോർ മീ. നീ എനിക്ക് വേണ്ടി ചെയ്യുക എന്ന് പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് ന്യൂ ഇൻ അവർ ലൈഫ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്യോന്യം ഫോഷ്ക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളക. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിഭ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പുതിയ മനുഷ്യനെ ധരിക്കണം. പഴയ മനുഷ്യൻ അവനെ ക്രൂശിച്ചു നമ്മൾ ഓൾറെഡി. പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയും വിശുദ്ധിയും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നമ്മളിലുള്ള പുതുമനുഷ്യൻ, the Holy Spirit is in us, God is in us and we are in God, Christ is in us and we are in Christ. ആ പുതുമനുഷ്യനെ നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയാകും. നമ്മുടെ കുടുംബങ്ങളിൽ അത്ഭുതം നടക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ ഒക്കെയും ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ അവർ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. നമ്മൾ നിഗളിക്കരുത്. ഭാവിക്കുന്നുണ്ടതിന് മുകളിൽ ഭാവിക്കരുത്. ഭാവം, യേശുക്രിസ്തുവിന്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ വലിയവനെന്നുള്ള ഭാവം, അല്ലെങ്കിൽ എന്തൊക്കെയോ എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഭാവം, എനിക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ള ഭാവം, എനിക്ക് കമ്പനി ഉണ്ടെന്നുള്ള ഭാവം, ഞാൻ വലിയ പണക്കാരൻ എന്നുള്ള ഭാവം, ഞാൻ വലിയ സമൃദ്ധനാണെന്നുള്ള ഭാവം നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ആത്മീയമായി എനിക്ക് ഒരുപാട് അറിയാം, ഞാൻ ഒരുപാട് വചനം കാണാൻ പഠിച്ചിട്ടുണ്ട്, പറയാൻ അറിയാം, എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, എനിക്ക് പഠിപ്പിക്കാൻ അറിയാം. ആ ഭാവങ്ങളൊന്നും വേണ്ട. ആ ഭാവം ദൈവത്തിന് ഇഷ്ടമേ അല്ല. പണ്ടത്തെ നടപ്പ്, ചതിമോഹങ്ങളാൽ നടന്ന നടപ്പ് അല്ല. ഇതൊരു പുതിയ ജീവിതം തുടങ്ങുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കണം. ഒരു മോശമായ മുഷിഞ്ഞ വസ്ത്രം നമ്മൾ ധരിച്ചു നടക്കുമോ? ഇല്ല. അവയൂരി നമ്മൾ കഴുകും. പുതിയൊരു വസ്ത്രം, അത് കീറിക്കഴിഞ്ഞാൽ പുതിയ വസ്ത്രം ധരിക്കും. അതുപോലെ പുതിയപ്പെട്ട ജീവിതത്തിന് ഒരു പുതിയ ആത്മാവ്, ഒരു പുതിയ ജീവിതം നമുക്ക് ആവശ്യമാണ്.
ഭാവിച്ചതിന് മേലെ ഭാവിച്ചുയരല്ലേ. നമുക്കറിയാം ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 28 മുതൽ 37 വരെ നമ്മൾ വായിക്കുമ്പോൾ ദാനിയേൽ 4:28 മുതൽ 37 വരെ ഭാവിച്ചതിന് മുകളിൽ ഭാവിച്ചുയർന്ന ഒരു നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് നമുക്കറിയാം. നെബൂഖദ്നേസർ രാജാവ് ബാബിലോൺ ഭരിച്ചിരുന്ന കാലം അതിമനോഹരമായ ഹാങ്ങിങ് ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കി തന്റെ ഭാര്യയ്ക്ക് വേണ്ടി വലിയ സമ്പന്നത ഉള്ള ഒരു രാജാവായിരുന്നു. ആ രാജാവ് ഭരിക്കുന്ന കാലത്ത് അവിടെ വളരെ സമൃദ്ധിയായിരുന്നു. മഹതിയാം ബാബിലോൺ ഞാൻ വിവരിക്കുന്നില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള ആ രാജാവിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാമോ? വളരെ സമൃദ്ധനായ രാജാവ്. ആ രാജാവിനെ കുറിച്ച് പറയുന്നത് ദൈവവചനം അറിയുന്നവനുമാകുന്നു, അതുപോലെ തന്നെ അറിയാത്തവനും. വചനം അനുസരിക്കുന്നവനാകുന്നു, ചില സമയത്ത് അനുസരിക്കത്തുമില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാജാവായിരുന്നു. ഈ നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ തിരുവചനത്തിൽ ഇപ്രകാരം കാണുവാനിടയായി. ദാനിയേൽ പ്രവചനം 4:28. ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് വന്നു ഭവിച്ചു. ഏതെല്ലാം? നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം. ഈ മുകളിൽ കണ്ട കാര്യങ്ങൾ, ദർശനങ്ങളെല്ലാം ആർക്ക് വന്നു ഭവിച്ചു? നെബൂഖദ്നേസർ രാജാവിന് വന്നു ഭവിച്ചു. അതിൻ്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാത്തിക്കൊണ്ടിരുന്നു. ഈ രാജമന്ദിരത്തിൽ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൗഭാഗ്യങ്ങളെല്ലാം കണ്ട് ഞാൻ രാജാവാണ്, എനിക്കെല്ലാം ഉണ്ട്, സമൃദ്ധിയുണ്ട്. ഇതിനെ കണ്ട് രാജാവ് ഇങ്ങനെ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ? ഞാൻ പണിതത്, ഞാൻ ചെയ്തത്, ഈ ഞാനേ എടുത്ത് കളഞ്ഞു. ഞാനൊന്നുമില്ല. കാറ്റ് പോയാൽ ഞാൻ പോയി. അതുകൊണ്ട് ഞാനില്ല, ദൈവമാണ് എനിക്ക് ശ്വാസം തന്നത്. ദൈവം എടുത്താൽ അത് തീരും. അതുകൊണ്ട് ഈ ശ്വാസം എടുക്കുമ്പോൾ സ്തോത്രം, ശ്വാസം വിടുമ്പോൾ സ്തോത്രം, വീണ്ടും എടുക്കുമ്പോൾ സ്തോത്രം, നന്ദി യേശുവേ എന്ന് പറയണം. കാരണം ഒരു ശ്വാസം എടുത്തത് വിടാൻ പറ്റുന്നില്ലെങ്കിൽ, വിട്ടതെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്തോത്രം പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ള സമയത്ത് ദൈവത്തിന് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുത്തോളുക, ജീവിച്ചു പൊക്കോളുക, ജീവിക്കുന്നിടത്തോളം. സ്തോത്രം. അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത്. എൻ്റെ മഹത്വത്താൽ, ധനമഹാത്മ്യത്താൽ, എൻ്റെ സമൃദ്ധി കൊണ്ട് ഞാൻ പണിതെടുത്ത ബാബിലോൺ അല്ലയോ ഈ സമൃദ്ധിയെല്ലാം എന്ന് പറയാൻ ഇടയായി. ഈ വാക്ക് രാജാവിൻ്റെ വായിൽ, 31-ാം വാക്യം, ഈ വാക്ക് രാജാവിൻ്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായതെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിപ്പോയിരിക്കുന്നു. നിന്റെ രാജ്യത്വം നീ അഹങ്കരിച്ച നാളിൽ, നീ എന്തോർത്തോ ഞാൻ വലിയവനാണ്, എൻ്റെ സമൃദ്ധി കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഓർത്ത നാളിൽ അവൻ്റെ രാജ്യത്വം അവനെ വിട്ടുപോയി. അടുത്ത് വളരെ ഭയാനകവും വളരെ പേടിപ്പിക്കുന്നതുമാണ്. അവനെ വിട്ട് രാജ്യത്വം അങ്ങ് പോയി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവമക്കളെ ഓർത്തോ, നിമിഷ നേരം കൊണ്ട് എല്ലാം പോകാൻ 1 മിനിറ്റ് മതി, 1 സെക്കൻഡ് മതി നമുക്കുള്ളതെല്ലാം പോകുവാൻ. അഹങ്കരിക്കരുതെന്നാണ് ഇതിനെ പറഞ്ഞ്. ഭാവിക്കുന്നതിന് മുകളെ ഒരിക്കലും ഭാവിച്ചുയരല്ലേ. എന്താ 32-ാം വാക്യം പറയുന്നത്? നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പിടം കാട്ടിലെ മൃഗങ്ങളോടുകൂടി ആയിരിക്കും, നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നവരെ നിനക്ക് 7 കാലം കഴിയും. കൊട്ടാരത്തിൽ ഇരുന്ന എല്ലാവരും നോക്കിയപ്പം രാജാവ് ഓടുകയാണ്. എങ്ങോട്ടാണ്? പശുത്തൊഴുത്തിലേക്ക്. എന്തിനാ? പുല്ലു തിന്നാൻ ഓടുകയാണ്. 2 കാലം നടന്ന രാജാവ് നടക്കുകയാണ് 4 കാലല്ലേ. സുഖഭോജനം ഭക്ഷിച്ച രാജാവ് പോയിട്ട് കാടി കുടിക്കാൻ തുടങ്ങി. മാത്രമല്ല അവിടെ നിന്ന് പുല്ലെല്ലാം തിന്നാൻ തുടങ്ങി. കാരണം എന്താ? ഞാൻ എൻ്റെ മഹത്വത്താൽ ഉണ്ടാക്കിയതാണെന്നുള്ള ഒരൊറ്റ ചിന്ത മനസ്സിൽ വന്നു. ദൂതന്മാർ ഇതുപോലെ തന്നെയാണ് പറ്റിയത്. ദൈവത്തിനേക്കാൾ മുകളിൽ കയറി എനിക്ക് ഇരിക്കണം എന്ന്, അത്യുന്നതൻ്റെ മുകളിൽ എനിക്ക് എൻ്റെ സ്വർഗം പണിയണം, അങ്ങ് കയറണമെന്ന് കണ്ടപ്പോൾ ദൈവം വെട്ടി താഴെയിലിട്ടു. അവൻ ഇന്ന് ചങ്ങലയാൽ ബന്ധിതനായി കിടക്കുക. ഹല്ലേലൂയ. ദൈവദൂതനെ പോലും ദൈവം വെട്ടി താഴെ ഇട്ടു എങ്കിൽ ഓർത്തു നോക്കൂ, രാജാവേ നീ ആരാണ്? അല്ലെ നമ്മൾ ആരാണ് ഇത്ര അഹങ്കരിക്കാനിരിക്കുന്നത്? There is nothing to be proud of. There is nothing in this world we can proud of. We can only proud of our life. The Spirit of God is in us and we are in
Christ and Christ is in us. That is we are proud of. Nothing else. ഏറ്റവും വലിയ സമ്പത്ത് നമ്മളിലുള്ള പരിശുദ്ധാത്മാവാണ്. ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്ന യേശുവാണ്. എൻ്റെ യേശുവാണ് എൻ്റെ സർവസ്വവും. അവനാണ് എൻ്റെ സ്വത്ത്, അവനാണ് എൻ്റെ സമ്പത്ത്, എൻ്റെ എല്ലാം എൻ്റെ യേശുവാണ്. ആമേൻ, ഹല്ലേലൂയ. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസറിന് നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ്റെ രോമം കഴുകൻ്റെ തൂവൽ പോലെയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുവാൻ തുടങ്ങി. അവൻ കാള എന്ന പോലെ പുല്ല് തിന്നുകയും അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയ്ക്ക് നേരെ കൊട്ടാരത്തിൽ നിന്ന് എവിടെ പോയെന്നറിയാമോ? അങ്ങ് പുറത്തു പോയി, പശുത്തൊഴുത്തിൽ പോയി. നഖമെല്ലാം വളരാൻ തുടങ്ങി, രോമവും എല്ലാം കിളുക്കാൻ തുടങ്ങി. ആകപ്പാടെ ഒരു വല്ലാത്ത മൃഗത്തിന്റെ രൂപത്തിലായി. രാജാവിന് പറ്റിയ അമ്മിണി. ഒന്നും ചെയ്തില്ല, ഒന്ന് അഹങ്കരിച്ചതേ ഉള്ളൂ. ആ കാലം 34 വാക്യം. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന് ഞാൻ സ്വർഗത്തേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. നേരത്തെ കുനിഞ്ഞ് നടന്നപ്പോൾ സ്വർഗത്തേക്ക് നോക്കാൻ പറ്റിയില്ല, പുല്ല് നിന്നപ്പോൾ നോക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തോന്നൽ തോന്നി, പറ്റത്തില്ല, ഇത് സ്വർഗത്തിലേക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോ എന്തു പറ്റി? ബുദ്ധി മടങ്ങി വന്നു. ബുദ്ധിഭ്രമം ഉണ്ടായ ഈ രാജാവിന്റെ ബുദ്ധി സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനെ വാഴ്ത്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ചു, ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ അവന്റെ ആധിപത്യം, എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറയായി ലഭിച്ചു. അപ്പം നഷ്ടപ്പെട്ടത് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ മടക്കി കിട്ടുവാൻ ഉയരത്തിലേക്ക് നോക്കണം. അതിന്റെ 36 വാക്യം. ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു, എൻ്റെ രാജ്യത്വത്തിന്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എൻ്റെ മന്ത്രിമാരും മഹത്വവും എന്നെ അന്വേഷിച്ചു. ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സിദ്ധിച്ചു. അപ്പം പണ്ടത്തേതിലും അധികമായ മഹത്വം രാജാവിന് എപ്പോൾ ലഭിച്ചു? സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ, ദൈവത്തെ നോക്കിയപ്പോൾ ലഭിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മഹത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുന്നു പറഞ്ഞാൽ നമ്മൾ മഹത്വത്തിൽ വസിക്കുന്നു. നമ്മുടെ മഹത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ക്രിസ്തു നമ്മളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് തിരിച്ചു കിട്ടുവാൻ വേണ്ടി മുകളിലേക്ക് നോക്കുക, യേശുവിനെ വിളിക്കുക, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. സങ്കീർത്തനക്കാരൻ അതാണ് പറഞ്ഞത്. 121. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്. നിന്റെ കാൽ വഴുതുവാനും സമ്മതിക്കുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദാവീദ് കണ്ണ് പർവ്വതങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഉയർത്തിയപ്പോൾ അവൻ പരിപാലിക്കുന്ന ഒരു കർത്താവിനെ കാണുവാനിടയായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? നമ്മളങ്ങനെ തകർന്നു പോകുവാനുള്ളവരല്ല, നമ്മൾ ക്ഷീണിച്ചു പോകുവാനുള്ളവരല്ല. പിന്നെ നമ്മൾ പ്രത്യാശ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമ്മുടെ കുറവുകൾ ദൈവം ക്ഷമിക്കുവാൻ തീർച്ചയായും ക്ഷമിക്കും. നമ്മളെ തന്നെ ഒന്ന് താഴ്ച സമർപ്പിക്കുക. കർത്താവേ, എനിക്കൊരു പുതിയ ആത്മാവിനെ, ഒരു പുതിയ ശരീരം, ഒരു പുതിയ ദേഹം, ആത്മാവ്, ഒരു റിന്യൂഡ് സ്പിരിറ്റ് എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭാവത്തിന് മുകളിൽ ഭാവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് പറയാം. അതുകൊണ്ട് യെശയ്യാപ്രവചനം 43 അധ്യായത്തിൻ്റെ 18 19 വാക്യം വായിക്കുമ്പോൾ പ്രവചന പുസ്തകമാണ്. അവിടെ ചില പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനങ്ങൾ നമുക്ക് വായിച്ച് ഒന്ന് സന്തോഷിക്കാം. യെശയ്യാപ്രവചനം 43 18 19. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. നെബൂഖദ്നേസർ രാജാവേ, മുമ്പ് നിനക്ക് സംഭവിച്ചത് നീ ഓർക്കണ്ട. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് നിങ്ങൾ ഓർക്കണ്ട. പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയ ഒന്ന് ചെയ്യുന്നു, ഇത് ഇപ്പോൾ സംഭവിക്കും. ഞാൻ പുതിയ ഒന്ന് ചെയ്യുന്നു, ഇപ്പോൾ സംഭവിക്കും. ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ റൈറ്റ് നൗ ഇൻ അവർ ലൈഫ്. ഇപ്പോൾ തന്നെ പുതിയ ഒന്ന് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദിയും ഉണ്ടാക്കും. നമ്മൾ നേരത്തെ വായിച്ച പോലെ തന്നെ സംതിങ് ഇംപോസിബിൾ ഗോയിങ് ടു ബി പോസിബിൾ. ഒന്ന് വിശ്വസിച്ചാൽ മതി. നമ്മൾ ഇംപോസിബിളായി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അത് ദൈവത്താൽ സാധ്യമാകുന്നു. നെഹമ്യാവ് 3:14-15 വാക്യങ്ങൾ. നെഹമ്യാവ് 3:14-15. ഇസ്രായേൽ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക,
ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിക്കുക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. നമ്മളെ മേലുള്ള ന്യായവിധി ദൈവം മാറ്റിയിരിക്കുന്നു. നമുക്കുള്ള ശത്രുക്കളെ ദൈവം നീക്കിയിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ ശത്രുക്കളെ ദൈവം നീക്കിയിരിക്കുന്നു. വിശ്വസിക്കുക, വചനം ഏറ്റെടുക്കുക. എനിക്ക് എത്ര ശത്രുക്കളുണ്ട്, whoever they are the enemies, God is going to take care of them. നമ്മുടെ എനിമീസിനെ ദൈവം ടേക്ക് കെയർ ചെയ്യാൻ പോകുകയാണ്. I cannot fight with any enemies, but my God will fight for me. എൻ്റെ യേശു എനിക്ക് വേണ്ടി, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യെരമ്യാ പ്രവചനം 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ചുവവായി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടത്രേ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഉള്ള ചുവഭാവി അല്ല ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നമുക്കുള്ള പ്ലാനും പദ്ധതിയെക്കാട്ടിലും എത്രയോ വലുതാണ്. Just submit ourselves to God. ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. ദൈവം പലത് ചെയ്യാൻ പോവുകയാണ് പുതിയത്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജാലത്തിനെ ദഹിപ്പിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷ വാർത്തയാണിത്. നാം ഏത് പ്രതികൂലം കൂടെ കടന്നുപോയാലും, ഏത് പ്രതിസന്ധി കൂടെ കടന്നു പോകേണ്ടി വന്നാലും വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, നമ്മളെ വിടുവിക്കുന്ന ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, നമ്മളെ റിന്യൂ ചെയ്യുന്ന, നമ്മുടെ മനസ്സിനെ പുതുക്കുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രയാസ പ്രതികൂലങ്ങളെയും മാറ്റുവാൻ, ഏത് ശത്രുവിന്റെ ശക്തിയെയും നശിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, we cannot do anything ourselves. We are nobody and nothing in front of God. ഏത് പ്രതികൂലത്തിൽ നടക്കേണ്ടി വന്നാലും വിജയം നമുക്കാണ്. വിജയം ദൈവമക്കൾക്കാണ്. ഞാൻ തോറ്റുകൊടുക്കുകയില്ല, ഞാൻ തോറ്റുകൊടുക്കുകയില്ല. ഞാൻ എന്ത് വേണമെന്നാൽ വിജയിയാണ്. എൻ്റെ ആത്മാവിനെ പുതുക്കി തരാൻ കർത്താവിന് കഴിയും. എൻ്റെ പ്രതികൂല പ്രയാസങ്ങളെ മാറ്റുവാൻ കർത്താവിന് കഴിയും. അസാധ്യമായി ദൈവത്തിൻ്റെ നിഘണ്ടുവിൽ ഒന്നുമേയില്ല. ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി. ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യമാകും. ഒരു വാക്ക് മതി. ആ ഒരു വാക്ക് നമ്മോട് കൽപ്പിച്ചാൽ നമ്മുടെ സർവ്വ പ്രയാസ പ്രതികൂലങ്ങളും ജീവിതത്തിൽ മാറിപ്പോകും. ഒറ്റ വാക്ക് മതി. യേശുവേ എന്തെന്ന് വിളിക്കാമോ? എൻ്റെ യേശുവേ എന്തെന്ന് വിളിക്കാമോ? യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്നത് പറയാമോ? ഒരൊറ്റ വിളി മതി നമ്മുടെ ജീവിതം മാറുവാൻ. ഒരൊറ്റ യേശുവേ എന്നുള്ള വിളി മതി നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ. യേശുവേ എന്നൊന്ന് വിളിക്കുവോ? ഹന്ന കരഞ്ഞ്, ആരും കണ്ടില്ല, അവൾ വിതുമ്പി വിതുമ്പി കരഞ്ഞു. അവളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഒരു മകന് വേണ്ടി കരഞ്ഞു കരഞ്ഞു. കരച്ചിൽ കർത്താവ് കണ്ടു. നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരുണ്ടോ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പൊഴിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് കാണാതിരുന്നിട്ടില്ല. ഒരു പ്രാർത്ഥന പോലും ദൈവം കേൾക്കാതിരിക്കുകയില്ല. നമ്മുടെ ആവശ്യങ്ങളൊന്നും നടത്താതിരിക്കുകയില്ല. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഒരിക്കൽ ഗുണമേൽ സമർപ്പിക്കാം, കണ്ണുകളടയ്ക്കാം. സ്വർഗപിതാവേ, നിന്റെ മക്കളാന്ന് ഞങ്ങൾ അല്പസമയം തിരുമുമ്പിലിരുന്നു, തിരുവചനം കേട്ടു. ഞങ്ങളെ താഴ്ച സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിനെ, ഞങ്ങളുടെ ദേഹം ദേഹിയ ആത്മാവിനെ കർത്താവെ രൂപാന്തരപ്പെടുത്തണമേ, പുതുക്കണമേ. ഞങ്ങളുടെ പ്രതികൂല പ്രയാസങ്ങൾ ഞങ്ങളെ വിടുവിച്ച് സൗഖ്യമുള്ളവരായി, സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി മായാതെ കാത്തുകൊള്ളണമേ. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും വിടുവിച്ച്, രോഗദുഃഖാദികളിൽ നിന്ന് വിടുവിച്ച് സന്തോഷം അനുഭവിപ്പാൻ കൃപ തരണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.